ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കൻ സൈനിക പാളയങ്ങളിൽ ആശങ്ക പടരുന്നു. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇതുവരെ 850-ലധികം ടോം ഹോപ്പ് ക്രൂയിസ് മിസൈലുകളാണ് അമേരിക്ക വിക്ഷേപിച്ചത്. ഇതോടെ മിസൈൽ ശേഖരത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായും ഇത് പെന്റഗണിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് മുൻകാല സംഘർഷങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ ഉയർന്ന കണക്കാണെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസ് വിലയിരുത്തുന്നു. അമേരിക്കയുടെ പക്കൽ നിലവിൽ ഏകദേശം 3000 ടോമഹോക്ക് മിസൈലുകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇത് വളരെ വേഗം തീരുമെന്നാണ് ആശങ്ക. 1300 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുണ്ട്. ഒരു ടോം ഹോക്ക് മിസൈൽ നിർമ്മിക്കാൻ ഏകദേശം $36 ലക്ഷം ചിലവ് വരുന്നത്. ഒരു മാസത്തിനിടെ വിക്ഷേപിച്ച മിസൈലുകളുടെ മാത്രമാകത്തുക ഏകദേശം $30,600 ലക്ഷം വരെ. ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രയധികം മിസൈലുകൾ ഉപയോഗിച്ചത് ശേഖരം പകുതിയോളം കുറയാൻ കാരണമായെന്നാണ് സൂചന. ഒരു ടോം ഹോക്ക് മിസൈൽ നിർമ്മിക്കാൻ ഏകദേശം 2 വർഷത്തോളം സമയം വേണമെന്നിരിക്കെ പെട്ടെന്നുണ്ടായ ഈ കുറവ് പരിഹരിക്കുക പെന്റഗണിന് എളുപ്പമാകില്ല. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 57 ടോം ഹോക്ക് മിസൈലുകൾ മാത്രമാണ് നിർമ്മിച്ചത്. 1991 പേർഷ്യൻ ഗൾഫ് യുദ്ധകാലത്താണ് ഈ മിസൈലുകൾ ആദ്യമായി അമേരിക്ക ഉപയോഗിച്ചത്. അന്നു മുതൽ അവരുടെ സൈന്യത്തിന് അവ ഒരു പ്രധാന ഘടകമാണ്. ടോം ഹോക്ക് മിസൈലുകൾക്ക് 1000 മൈലിലധികം സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ നാവികസേനയുടെ ഉപരിതല യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാനും കഴിയും. ഇത് നന്നായി പ്രതിരോധിച്ചിരിക്കുന്ന വ്യോമാതിർത്തികളിലേക്ക് പോകാൻ പൈലറ്റുമാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. മേഖലയിലെ താവളങ്ങളിൽ ടോം ഹോപ്പ് മിസൈലുകളുടെ ലഭ്യത അപകടകരമാം വിധം താഴ്ന്ന നിലയിലാണെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫൂറിയുടെ ഭാഗമായാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കുന്നത് പസഫിക് മേഖലയിൽ പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ പ്രതിരോധ നീക്കങ്ങളെ ബാധിക്കുമെന്നും പെന്റഗൺ ഭയപ്പെടുന്നു. തായ്വാനെതിരെയുള്ള ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഈ മിസൈലുകൾ അത്യാവശ്യമാണെന്ന് ആയുധരംഗത്ത് വിദഗ്ധനായ മാർക്ക് ആൻസിയൻ പറയുന്നു. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന പേട്രിയറ്റ് മിസൈലുകളുടെ ശേഖരത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ആകെയുള്ള 4000 മിസൈലുകളിൽ ഏകദേശം 1000 എണ്ണം ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. തീർന്നുപോയ മിസൈൽ ശേഖരം പഴയതുപോലെയാക്കാൻ 2-3 വർഷം എടുത്തേക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ ഉൽപാദനം വേഗത്തിലാക്കാൻ ഗവൺമെന്റ് പ്രതിരോധ കരാറുകാരുമായി ചർച്ചകൾ നടത്തിവരികയാണ്. എന്നാൽ നിലവിലെ പ്രതിസന്ധി നേരത്തെ ഒപ്പിട്ട മറ്റു രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ സുരക്ഷാ കരാറുകളെയും പ്രതിരോധ സജ്ജീകരണങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോഴും ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ തകർക്കാൻ സാധിച്ചിട്ടുള്ളൂവെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇറാന്റെ പക്കലുള്ള ആകെ മിസൈലുകളിൽ വെറും 1/3 മാത്രമാണ് ഇതുവരെ നശിപ്പിക്കപ്പെട്ടത് എന്ന് റോയിറ്റേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ ഇതിനകം തകർന്നു കഴിഞ്ഞുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളെ തിരുത്തുന്നതാണ് ഈ പുതിയ വിവരങ്ങൾ. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ മിസൈൽ ശേഷി 90% ഇല്ലാതാക്കിയെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന കണക്കുകൾ പ്രകാരം ഇറാന്റെ പകുതിയിലധികം മിസൈലുകളും ഇപ്പോഴും സുരക്ഷിതമാണ്. ഭൂഗർഭ തുരങ്കങ്ങളിലും ബങ്കറുകളിലുമായി ഒളിപ്പിച്ചിരിക്കുന്ന ഇവ കണ്ടെത്തുക എന്നത് സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ ഡ്രോൺ കരുത്തിന്റെ കാര്യത്തിലും സമാനമായ അവസ്ഥയാണുള്ളത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 3-1 ഡ്രോണുകൾ തകർക്കപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവ ഉപയോഗിച്ച് വൻ തിരിച്ചടി നൽകാൻ ഇറാന് സാധിക്കും. US സൈനിക കേന്ദ്രങ്ങൾക്കും എണ്ണക്കപ്പലുകൾക്കും നേരെ ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുന്നത് ഇതിന് തെളിവായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ പക്കൽ കൃത്യമായി എത്ര മിസൈലുകൾ ഉണ്ടെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പല മിസൈലുകളും ബങ്കറുകളിൽ തകർക്കപ്പെട്ടിട്ടുണ്ടാകാമെങ്കിലും അവയുടെ കൃത്യമായ കണക്കെടുക്കാൻ സാധിക്കുന്നില്ല. യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും തകർന്ന ബങ്കറുകളിൽ നിന്ന് ഇവ വീണ്ടെടുക്കാൻ ഇറാന് സാധിക്കുമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഭയപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഈ സാഹചര്യം വല്ലാതെ ബാധിക്കുന്നുണ്ട്. 1% മിസൈലുകൾ ഇറാന്റെ പക്കൽ അവശേഷിച്ചാൽ പോലും അത് കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണെന്ന് ട്രംപ് തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഉപരോധം നീക്കാൻ സൈനിക നടപടി മാത്രം പോരെന്ന വിലയിരുത്തലാണ് പെന്റഗൺ. മിസൈൽ വിക്ഷേപണ തറകൾ തകർക്കുന്നതിനാണ് നിലവിൽ US സൈന്യം മുൻഗണന നൽകുന്നത്. ലോഞ്ചറുകൾ ഇല്ലാതാക്കിയാൽ മിസൈലുകൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് സൈന്യത്തിന്റെ തന്ത്രം. എന്നാൽ ഇറാൻ തങ്ങളുടെ ആയുധശേഖരം ചിതറിച്ച് വിന്യസിച്ചിരിക്കുന്നത് ഈ നീക്കത്തിന് തടസ്സമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.